ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. റയർ എർത്ത് മിനറൽസിനെ പറ്റിയൊരു വീഡിയോ ഇട്ടിരുന്നു, GMTC എന്ന സ്റ്റോക്ക്. ഈ റയർ എർത്ത് മിനറൽസ് തന്നെ ബെനിഫിറ്റ് കിട്ടാവുന്ന മറ്റൊരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. ആക്ച്വലി ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിനെ ഈ ഒരു സെക്ടറായി ബന്ധപ്പെട്ടതല്ല, കോപ്പർ എന്ന സെക്ടറായി ബന്ധപ്പെട്ടതാണ് ഞാൻ ഈ വീഡിയോയുടെ താല്പര്യപ്പെടുന്നത്. കാരണം കോപ്പർ എന്ന സാധനം ഇനി വളരെ വളരെ കുറവായും കിട്ടാൻ, ഡിമാൻഡ് ഹൈ ആണ്, കോപ്പറിന് സാധനം കിട്ടാനുമില്ല. സോ ഓട്ടോമാറ്റിക്കലി അതിന് ഡിമാൻഡ് കൂടുമ്പം അതിന് പ്രൈസ് കൂടും, അതിന് ആ ഒരു സെക്ടർ ബുള്ളിഷ് ആയിട്ട് മാറും. സിമ്പിളാണ് ലോജിക്ക്. ഞാനൊരു അഞ്ച് മാസം മുന്നേ സിൽവറിനെ പറ്റി വീഡിയോ ഇട്ടിരുന്നു. ഞാൻ പറഞ്ഞ ലെവലിൽ നിന്ന് 50% എപ്രിസിയേഷനാണ് സിൽവറിൻ്റെ വീഡിയോ സിൽവറിന് കിട്ടിയത്. ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്ര കൂടുതൽ വ്യൂസ് കിട്ടാത്ത വീഡിയോ ആണ് സിൽവർ. പക്ഷേ അതിന് ലെവലിൽ നിന്ന് 50-60% എപ്രിസിയേഷൻ സിൽവർ കിട്ടിയത്. അങ്ങനെ കിട്ടാൻ പോകുന്ന മറ്റൊരു സെക്ടറാണ് കോപ്പർ. സിൽവർ കയറിയ മാതിരി ഗോൾഡ് കയറിയ മാതിരി തന്നെ കോപ്പറും കയറി പോകാനുള്ള സകല സാധ്യതകളുണ്ട്. കാരണം കോപ്പറിന്റെ യൂസ് വളരെ കൂടി വരാണ്. ഭാവിയിലുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആയിക്കോട്ടെ, ഡാറ്റാ സെന്റർ ആയിക്കോട്ടെ, വാട്ടർ ഇറ്റ് മേ ബി, അതിന് കോപ്പറിന്റെ യൂസ് 10 മടങ്ങാവാൻ പോവാണ്. ഇപ്പം ഒരു കാറിന് ഉപയോഗിക്കുന്ന കോപ്പറിന്റെ 4 മടങ്ങ് വേണം ഒരു ഇലക്ട്രിക്കൽ കാറിന് ഉപയോഗിക്കാമെന്നാണ് ലേറ്റസ്റ്റ് പഠനപ്രകാരം മനസ്സിലാക്കാൻ സാധിച്ചത്. സോ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് മുതൽ റിന്യൂവബിൾ ഗ്രിഡ്, ഡാറ്റാ സെന്റർ, സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, ഇതിലൊക്കെ ആവശ്യമുള്ള സാധനം ഹിന്ദുസ്ഥാൻ കോപ്പർ. ഡിമാൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു, അതിനടുത്ത് സപ്ലൈ കിട്ടാനില്ല. സോ ഡെഫിനറ്റ്ലി ഈ കോപ്പർ എന്ന സെക്ടർ ലൈംലൈറ്റിൽ വരുമ്പോൾ തന്നെ ലൈംലൈറ്റിൽ വരുന്ന സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. ഇന്ത്യ 1.7 മെട്രിക് ടൺ ആണ് ഡിമാൻഡാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അഡീഷണൽ ഡിമാൻഡ് ഇപ്പം നിലവിൽ 1.7 മെട്രിക് ടൺ അഡീഷണൽ ഡിമാൻഡാണ് ഇന്ത്യ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇന്ത്യനെ വെച്ച് നോക്കുകയാണെങ്കിൽ കോപ്പർ വേൾഡ് വൈഡ് 0.2% ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇന്ത്യൻ ആവശ്യത്തിന് തന്നെ 1.2% ഹിന്ദുസ്ഥാൻ കോപ്പർ കൊടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യാണ്. സോ ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മൊണോപ്പൊളി കമ്പനിയാണ്, വേറെ കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. ഇന്ത്യയിലെ ഫുള്ളി ഇന്റഗ്രേറ്റഡ് കോപ്പർ പ്രൊഡ്യൂസർ ആണ് ഹിന്ദുസ്ഥാൻ കോപ്പർ. അത് മൈനിങ് മുതൽ അതിൻ്റെ എൻഡ് വരെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. വേറെ കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഇല്ല. ഇന്ത്യൻ്റെ കോപ്പർ ഓർ റിസർവിൻ്റെ 2/5 ഹോൾഡ് ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പറാണ്. പിന്നെ മൈനിങ് കപ്പാസിറ്റി ഇപ്പോൾ ആസ് ഓഫ് പ്രസന്റ് 4.33 മെട്രിക് ടൺ ആണ്. ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ചാൽ കമ്പനി നടക്കുന്നത് അവരെ എക്സ്പാൻഡ് ചെയ്യാൻ പോകും. ഇപ്പോൾ നിലവിലുള്ള 4.3 മെട്രിക് ടണ്ണിന് 12 മെട്രിക് ടണ്ണിലേക്ക് എൻഹാൻസ് ചെയ്യാൻ പോവാണ്. എന്നാൽ വരെ ഇന്ത്യൻ്റെ 10% വരെ കോപ്പർ ഡിമാൻഡിനെ ഇതിന് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് അറിഞ്ഞു കേൾക്കുന്നത്. എന്നാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത്രയും വൈഡ് ഡിമാൻഡാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിന് വരാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ഹിന്ദുസ്ഥാൻ കോപ്പർ നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇനി വാല്യൂഷൻ നോക്കാം. പ്രസന്റ് പ്രൈസ് 327 രൂപ. അതിന്റെ ഇയർ ഹൈ 365, ഇയർ ലോ 183. അതിന്റെ ലൈഫ് ടൈം ഹൈ 658 ആണ്. സോ 327 ലെവലിൽ നിന്ന് ഒരു 450-500 ലെവൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ. സേഫ് ബെറ്റാണ്. യാതൊരു ടെൻഷൻ ഇല്ലാതെ ഹോൾഡ് ചെയ്ത് മിണ്ടാണ്ട് നിൽക്കുക ഹിന്ദുസ്ഥാൻ കോപ്പർ സ്റ്റോക്ക്. പി റേഷ്യോ ഇൻട്രസ്റ്റ് പിന്നെ ഈക്വൽ ആണ്. EPS 6 ഉണ്ട്, 40% EPS ഗ്രോത്ത് ഉണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി 0.06. ദാറ്റ് മീൻസ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. ഈ റിസൾട്ട് സൂപ്പർ ആയിരുന്നു. സാധാരണ ഇപ്പൊ ഈ ലാസ്റ്റ് സെപ്റ്റംബർ ക്വാർട്ടർ റിസൾട്ടിൽ ഒട്ടുമിക്ക കമ്പനി റിസൾട്ട് മോശമായിരുന്നു. വളരെ കുറച്ച് കമ്പനിയുള്ളൂ ക്വാർട്ടറും ഇയർ ഓൺ ഇയർ ബേസിൽ നല്ല റിസൾട്ട് കാണിച്ച കമ്പനിയിൽ ഒന്നാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. സെപ്റ്റംബർ 2025 156 കോടി ലാഭമാണ് കാണിച്ചത്. ലാസ്റ്റ് സെപ്റ്റംബർ 2024 101 കോടി കാണിച്ച സ്ഥാനത്താണ് 156 കോടി കാണിച്ചത്. 80% എപ്രിസിയേഷൻ ആണ് ഇയർ ഓൺ ഇയർ ബേസിൽ കാണിച്ചത്. ക്വാർട്ടറിലും 40% എപ്രിസിയേഷൻ. ലാസ്റ്റ് ജൂണിൽ 334 കോടിയെ ലാഭം ഉണ്ടായിട്ടുള്ളൂ. ഷെയർ ക്യാപിറ്റൽ 483 കോടി. റിസർവ് 2177 കോടി ഉണ്ട്. നെറ്റ് പ്രോഫിറ്റ് മാർജിനും കൂടിയുണ്ട്. ലാസ്റ്റ് 2024 മാർച്ചിൽ 17.22 ഉള്ളത് ഇംപ്രൂവ് ചെയ്ത് 22.56 ഇപ്പം നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 17.47 ഉണ്ട്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 21.26 ആണ്. സോ ഓൾ ടുഗദർ നല്ലൊരു ഫണ്ടമെന്റൽ നല്ല സ്ട്രോങ് സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. പ്രൊമോട്ടേഴ്സ് 66% ഹോൾഡ് ചെയ്യുന്നുണ്ട്. FIS റീസെന്റ് 3.71 5% എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. DAS 8.2 കുറച്ചിട്ടുണ്ട്. സോ ഓൾ ടുഗദർ 3% FIS, DAS 6%, പ്രൊമോട്ടേഴ്സ് 66% നമുക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ.
സോ ഒരു സേഫ് ബെറ്റായിട്ടാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിനെ കണക്കാക്കുന്നത്. ഇതാണ് ഇന്ന് പറയാനുള്ള ഹിന്ദുസ്ഥാൻ കോപ്പറിനെ പറ്റിയിട്ട്. സോ ഇതൊരു മെസ്സേജ് വന്നു ആർവേലിനെ പറ്റി. ആർവേലിൽ വാങ്ങി കുടുങ്ങിയ മെസ്സേജ് ഒരാൾ അയച്ചപ്പോൾ ഞാൻ എത്ര രൂപയ്ക്ക് വാങ്ങിയെന്ന് അറിയില്ല. 30 രൂപ മുതൽ പറയാൻ തുടങ്ങിയ സ്റ്റോക്കാണ് ആർവേലിൽ. സോ അതിന് 600 രൂപ ഇപ്പോൾ അവിടെ കറക്ഷൻ വന്ന് 400 ചില രൂപ വന്നപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഇട്ട് ചെയ്തിട്ട് സംടൈംസ് അതിൽ വാങ്ങിയ ആളായിരിക്കാം. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ആർവേലിൻ്റെ സ്റ്റോക്ക് നെക്സ്റ്റ് LNT ആണ്. അത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. FISനും DASനും എല്ലാവർക്കും അറിയാം. അറിയാത്ത റീറ്റെയിൽസിന് മാത്രമാണ്. സോ ഇവരതിനെ പാനിക് ആക്കി താഴോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇപ്പോൾ പി റേഷ്യോ ഹൈ ആണ്, ഡെഫിനറ്റ്ലി ഹൈ ആണ്. സോ ഇനി മുതലുള്ള റിസൾട്ടും കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്ത് അത്രയും കൈകളിലെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ആർവേലിൻ്റെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കുറച്ച് കുറവാണ്. അതാണ് അതിൻ്റെ നെഗറ്റീവായി കണ്ട സംഭവം. സോ മനസ്സിലാക്കുക, ഒരു റെയിൽവേ സ്റ്റോക്ക് ആയിട്ടാണ് ആർവേലിനെ കമ്പയർ. പല ആൾക്ക് ആർവേലിൽ IRFC, IRCTC, പിന്നെ എന്താ പറയുക, റെയിൽടെൽ എന്നൊക്കെ പറയും. ഇതൊന്നും ആ ഒരു ലെവലിലെ കമ്പനിയല്ല ആർവേലിൻ്റെ കമ്പനി. ആർവേലിന് റിമിയർ ഇൻഫ്രാസ്ട്രക്ചർ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയല്ല, ഇന്റർനാഷണൽ ഓർഡേഴ്സ് എടുക്കുന്ന കമ്പനിയാണ്. ഇന്റർനാഷണലി അറിയപ്പെടുന്ന കമ്പനിയാണ്. റെയിൽവേ വർക്ക് മാത്രമല്ല എല്ലാ വർക്കും എടുക്കുന്നുണ്ട്. പിന്നെ റെയിൽവേയിൽ തന്നെ ഇപ്പോൾ അടുത്ത് ബെൽജിയം വന്നു. ഏതോ രാജ്യത്തിൻ്റെ ഫുൾ വർക്ക് ഇന്ത്യക്കാണ് കിട്ടാൻ പോകുന്ന ന്യൂസ് ഉണ്ട്. സോ അതിനൊരു മിയർ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോറി കാണാതെ താഴോട്ട് വന്നാൽ സന്തോഷത്തോടെ ആഡ് ചെയ്യുക, ആവറേജ് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു മൾട്ടിബാഗ് റിട്ടേൺ കിട്ടാൻ സാധ്യത, LNT കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. സാധ്യത മാത്രമുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ മനസ്സിലാക്കുക. സോ താഴോട്ട് വന്നാൽ ടെൻഷൻ അടിക്കാൻ ആവറേജ് ചെയ്യുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് അറിയാൻ നമ്മുടെ ഫേവറേറ്റ് സ്റ്റോക്കാണ് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആർക്കെങ്കിലും എൻ്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സിങ്ക് ബേസ്ഡ് റെക്കമെൻഡേഷൻസ് ആണ്. ആഴ്ചയിൽ 1-2 ഉണ്ടാവുള്ളൂ. ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ₹400 പെർ മന്ത് ആണ്. അതിൽ എൻ്റെ വീഡിയോന് അടിയിലുള്ള ലിങ്കിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ട് എമറാൾഡ് മെമ്പർഷിപ്പ് എടുത്താൽ മതി. സോ ആസ് യൂഷ്വൽ ഇത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള വ്യൂ ആണ്. ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഭാവിയിൽ കയറുമെന്ന് വിചാരിക്കുന്നത് ഫണ്ടമെന്റൽ സ്ട്രോങ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള സ്റ്റോക്ക് കണ്ടപ്പം ജസ്റ്റ് നിങ്ങളത് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് റെക്കമെൻഡേഷൻസ് അല്ല. സോ നിങ്ങൾ സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അഡ്വൈസ് ആരെങ്കിലും അവിടെ ചോദിച്ച് മനസ്സിലാക്കി മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ഏതായാലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.